ഈ റോഡിന് അത് കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാവരും ജയിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു. വോട്ടിൻ്റെ ടൈം ആകുമ്പോൾ എല്ലാവരും വരുന്നു, ഒരു വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു മതിലൊക്കെ വോട്ട് ചെയ്യണത് നമ്മുടെ കാര്യങ്ങൾ നടക്കാനല്ല. കാര്യങ്ങൾ നടക്കണില്ലെങ്കിൽ പിന്നെ വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത്രേ ഉള്ളൂ. നമുക്ക് എവിടേക്കും പോകാൻ പറ്റും. പിന്നെ ഇതാണ് അവസ്ഥ. ഇത് എന്താ ഇതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയത്? ഫുള്ള് എത്ര ഒരടി ഗ്യാപ്പാണ്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. നാടെങ്ങും തെരഞ്ഞെടുപ്പ് ഘോഷം അലയടിക്കുമ്പോൾ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ആലിപ്പറമ്പിലെ ഒരു കൂട്ടം ആളുകൾ. കാലങ്ങളായി തകർന്നുകിടക്കുന്ന ആലിപ്പറമ്പ് റോഡിനു നേരെ അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ വോട്ട് ബഹിഷ്കരണം. വോട്ട് ചോദിച്ച് ആരും വീട്ടിൽ വരേണ്ടെന്നും റോഡില്ലെങ്കിൽ വോട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടുള്ള ബാനറുകൾ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ആലിപ്പറമ്പ് നിവാസികൾ എന്ന പേരിൽ മിക്കയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 100% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ തകർന്നു തരിപ്പണമായ റോഡ് തീരാ ദുരിതമായപ്പോഴാണ് വോട്ട് ബഹിഷ്കരിക്കാൻ ആലിപ്പറമ്പിലെ ഒരു കൂട്ടം ആളുകൾ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. വോട്ട് വാങ്ങി ജയിച്ചു പോകുന്ന ജനപ്രതിനിധികളാരും ആലിപ്പറമ്പുകാരുടെ യാത്രാ ദുരിതം കാണാതായപ്പോൾ പ്രതിരോധം തീർക്കാൻ ആലിപ്പറമ്പുകാർ കണ്ട മാർഗമാണ് ഈ വോട്ട് ബഹിഷ്കരണം. വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ബാനറുകളും ആലിപ്പറമ്പിൽ ഉയർന്നുകഴിഞ്ഞു. രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ആലിപ്പറമ്പ് നിവാസികൾ എന്ന പേരിലാണ് ബാനറുകൾ ഉയർന്നിട്ടുള്ളത്. റോഡില്ലെങ്കിൽ വോട്ടില്ലെന്നാണ് ഇവരുടെ പക്ഷം. വോട്ട് സമയത്ത് മാത്രം പൊതുജനത്തെ ഓർമ്മിക്കുന്ന രാഷ്ട്രീയം തൊഴിലായി കാണുന്ന നാടിന് ഒരു ഗുണവും ചെയ്യാത്ത പ്രതിനിധികളെ നാം എന്തിനു തെരഞ്ഞെടുക്കണമെന്നും അവർ ചോദിക്കുന്നു. റോഡ് ശരിയാണല്ലോ, റോഡ് ശരിയാണില്ല, ആരും ശരിയാക്കണില്ല, ആരും ഇതിന് മുന്നിട്ടിറങ്ങണില്ല. പിന്നെ ഇപ്പം നമ്മളിത് എന്താ ചെയ്യുക? കാരണം നമ്മളിത് വോട്ട് കൊടുക്കണു, എല്ലാവർക്കും ജയിച്ചു പോകണു. പക്ഷേ ഇതിൽ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. എത്ര കാലം ഈ റോഡ് ഇങ്ങനെ കുണ്ടും കുഴിയായിട്ട് നടക്കണു. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് റോഡ് ശരിയായി തരിക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ജനകീയമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഒരു വോട്ട് ബഹിഷ്കരണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ ഈ റോഡിന് അധികാരികളും തിരിഞ്ഞു നോക്കട്ടെ വെച്ചിട്ട്. നമുക്ക് ആരോടും ഇതിൽ വെറുപ്പോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് യാത്രായോഗ്യമായ യാത്രാ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ റോഡൊന്ന് നല്ല രീതിയിൽ ഇപ്പോൾ തൽക്കാലം ഒന്ന് കുഴിയടച്ചു തന്നാൽ മതി. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന പൂവത്താണി ആലിപ്പറമ്പ് കാമ്പ്രം വില്ലേജ് റോഡിലെ യാത്രാ ദുരിതം തന്നെയാണ് ഈ ആളിക്കത്തുന്ന പ്രതിഷേധ സ്വരങ്ങൾക്ക് പിന്നിലും. സ്കൂൾ വിദ്യാർത്ഥികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇരുചക്ര വാഹന യാത്രികർ തുടങ്ങി ഇതുവഴി യാത്ര ചെയ്യുന്നവരെല്ലാം കാലങ്ങളായി അനുഭവിക്കുകയാണ് കുണ്ടിലും കുഴിയിലും വീണ് നടുവൊടിയുന്ന യാത്രാ ദുരിതം. ഇവിടെ ഓട്ടോ ഓടിക്കാൻ ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വേണം. ഇപ്പോൾ ഞങ്ങൾക്ക് ചില ആൾക്കാർക്ക് വിളിച്ചാൽ ഞങ്ങളിപ്പോൾ പോകാത്തൊരവസ്ഥ തന്നെയുണ്ട്. കാരണം ഒരു ട്രിപ്പ് പോയിട്ടൊരു 100 രൂപ കിട്ടുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു 300 രൂപയുടെ ചിലവാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ഒത്തുചേർന്നാണ് വോട്ട് ബഹിഷ്കരിക്കാൻ ഇവർ ഒരുങ്ങുന്നതെന്ന് പറയുമ്പോഴും കാലങ്ങളായി UDF ഭരിക്കുന്ന പ്രദേശമാണിതെന്നും എന്നാൽ 2010 വി ശശികുമാർ MLA ആയിരുന്ന സമയത്ത് മാത്രമാണ് ഈ റോഡിൽ നവീകരണ പ്രവൃത്തികൾ നടത്തിയതെന്നും ഇവർ പറയുന്നു. മൊത്തം UDFന്റെ ഭരണം ഉള്ളത്, അതായത് MLA, MP, അതേമാതിരി പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം ഒരു സിറ്റിംഗ് സീറ്റ് തന്നെയാണ് ഇത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷത്തിൻ്റെ ഇടയ്ക്ക് ശശികുമാർ MLA ആയ ടൈമിലാണ് 2011 അന്ന് ഞങ്ങളെല്ലാവരും പാടെ പോയിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ചെന്ന് അതിന് ശേഷം ഈ റോഡ് നേരാക്കൽ കഴിഞ്ഞത്. പിന്നെ അതിന് ശേഷം ഈ ആലിപ്പറമ്പ് ഏരിയക്ക് തിരിഞ്ഞിട്ട് തന്നെ അല്ല. ആലിപ്പറമ്പ് റോഡിന്റെ യാത്രാ ദുരിതം തീർക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശത്തുകാർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി പ്രതീക്ഷയോടെ നവകേരള സദസ്സിലുമെത്തി. ഫണ്ട് പാസായി ഉടൻ പണി ആരംഭിക്കുമെന്ന് ഒരു ശ്രുതി ഉണ്ടായതല്ലാതെ ആലിപ്പറമ്പ് റോഡിനു നേരെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നത് വാസ്തവമായി തുടരുമ്പോഴാണ് ഈ വോട്ട് ബഹിഷ്കരണം കൂടി ചർച്ചയാവുന്നത്. വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് ആലിപ്പറമ്പിൽ ഉയർന്ന ഈ ബോർഡുകൾ ഒരു താക്കീതാണ്. വോട്ടിനു വേണ്ടി ഓടുന്നവർ ഓർമ്മിക്കേണ്ട ഒരു താക്കീത്. ഒരു പൗരൻ എന്ന നിലയിലുള്ള തങ്ങളുടെ അവകാശത്തെ പോലും മുൻനിർത്തി ഇവർ ആവശ്യപ്പെടുന്നത് വർഷങ്ങളായുള്ള നാടിന്റെ ദുരിതത്തിനുള്ള പരിഹാരമാണ്. വഴിമുട്ടിയവരുടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധം. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.
ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.